സ്ലാബിൽ കിടക്കുന്ന എല്ലാ പാത്രങ്ങളും കഴുകുന്നതിനിടയിലും ഇടയ്ക്കിടെ അവൾ സിസിലിയെ നോക്കുന്നുണ്ടായിരുന്നു. സിസിലി അവിടെ ഇരുന്ന് തേങ്ങ പൊതിക്കുന്ന തിരക്കിലാണ്. ഇടയ്ക്കിടയ്ക്ക് അവളെ പാളി നോക്കുന്നുണ്ട്. എങ്കിലും കണ്ണുകൾ പരസ്പരം ഇടയുമ്പോൾ രണ്ടുപേരും നോട്ടം അവസാനിപ്പിക്കും. അവൾ തന്നെ അങ്ങോട്ട് കയറി ചോദിച്ചു, അമ്മയും ചേച്ചിയും ഒന്നും കഴിക്കുന്നില്ലേ? നീ എന്തിനാ കൊച്ചേ ഞങ്ങളുടെ കാര്യമൊക്കെ അറിയുന്നത്? നീയും നിന്റെ കെട്ടിയവരും കഴിച്ചല്ലോ. റോസിയായിരുന്നു മറുപടി പറഞ്ഞത്. അവൾക്ക് സങ്കടം തോന്നിയിരുന്നു. നിങ്ങളുടെ ആരുടെയും ഇഷ്ടമില്ലാതെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. അത് വലിയൊരു തെറ്റ് തന്നെയാണ്, എനിക്കറിയാം. പക്ഷേ ചേച്ചിയും അമ്മയും എന്നോട് ഇങ്ങനെ പെരുമാറുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അറിയാതെ അവൾ വിങ്ങിപ്പൊട്ടിപ്പോയിരുന്നു. ഇനിയും നിന്നാൽ കണ്ണുനീർ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് തോന്നിയതുകൊണ്ട് അവൾ അകത്തേക്ക് പോയിരുന്നു. അത് കണ്ട് സിസിലിക്കും റോസിക്കും അല്പം വേദന തോന്നി. ആ കൊച്ച് ഒരു പാവമാണെന്ന് തോന്നുന്നു അമ്മച്ചി. അതിനോട് നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കർത്താവ് തമ്പുരാൻ പൊറുക്കുകയില്ല. അവസാനം അവൾ പോയി കഴിഞ്ഞപ്പോൾ റോസി സിസിലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നിനക്കറിയാലോ, ആ കൊച്ചിനോട് എനിക്ക് ഒരു ഇഷ്ടക്കേടുമില്ല. പിന്നെ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ അവൻ ജീവിതത്തിൽ ആ പെങ്കൊച്ചിനെ പള്ളിയിലേക്ക് ചേർക്കാൻ പോകുന്നില്ല. നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, പള്ളിക്കാരുടെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും? മാത്രമല്ല കല്യാണം നടത്തണ്ടേ? അതിന് ഇവൻ ഇങ്ങനെ ഒരു പെൺകൊച്ചിനെ വിളിച്ചുകൊണ്ട് പള്ളിയും പട്ടക്കാരും വേണ്ടെന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ എന്താകുമെന്നാണ് നിന്റെ മനസ്സിൽ? അവൻ മനസ്സിലൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം വരില്ല മച്ചി. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ തീരുമാനത്തിൽ നിന്നും അവൻ മാറാൻ പോകുന്നില്ല. ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിയായി പറ്റി ചിന്തിച്ചാൽ പോരെ? ഞാൻ ഏതായാലും രാവിലെ തന്നെ തിരിച്ചു പോകാൻ പോവാം. ഇന്നലെ തൊട്ട് ജോസ് ചാൻ എന്നെ കടന്ന് വിളിക്കുകയാണ്. 2 പിള്ളേരെ അവിടുത്തെ അമ്മച്ചിയൊക്കെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. റോസി പറഞ്ഞു. ഇവൻ്റെ ഈ പ്രവൃത്തിക്ക് ജോസ് എന്തേലും നിന്നോട് പറഞ്ഞോ? സിസിലി മടിച്ചു മകളോട് ചോദിച്ചു. അച്ചായൻ അങ്ങനെയൊന്നും ഇടപെടില്ല, അമ്മച്ചിക്ക് അറിയാവുന്നതല്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്, ജോസ് ചായനെയും കൊണ്ടൊന്ന് സംസാരിപ്പിക്കാം. അളിയൻ പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. റോസി അത് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയുടെ നാളം സിസിലിയെ ഉദിച്ചു. നീയൊന്ന് ചോദിച്ചു നോക്ക് ജോസിനോട്. അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ വെച്ച് ചെറിയൊരു കെട്ടുകല്യാണമെങ്കിലും നടത്തായിരുന്നു. റോസി തൻ്റെ ആഗ്രഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ശോഭന കയറി വന്നത്. പെട്ടെന്ന് രണ്ടുപേരും സംസാരം നിർത്തി. പുതുപ്പെണ്ണെവിടെ? ചിരിയോട് ശോഭന വന്ന് ആദ്യം നോക്കിയത് അടുക്കളയിലാണ്. പരസ്പരം മുഖത്തോട് മുഖം നോക്കി റോസിയും സിസിലിയും. നിങ്ങൾ ഇന്നലെ തന്നെ അതിനെ ഇറക്കി വിട്ടോ? തമാശ രൂപേണ ശോഭന ചോദിച്ചപ്പോൾ സിസിലിക്ക് റോസിക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ ശോഭനെ, ഞാൻ വീട്ടിൽ വരുന്നവരെയൊക്കെ ഇറക്കി വിടുവാണോ? സിസിലി ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ചോദിച്ചിരുന്നു. അല്ല, കൊച്ചിനെ രാവിലെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. റോയ് പോകുന്നതും കണ്ടു. എൻ്റെ സിസിലി അതിനെ കണ്ടിട്ട് ഒരു പാവമാണെന്നാ തോന്നുന്നത്. സിസിലി ഒരുമാതിരി വേദനിപ്പിക്കുന്ന രീതിയിലെ കാര്യങ്ങളൊന്നും പറയാനും ചോദിക്കാനും പോകണ്ട. ഒന്നുമല്ലെങ്കിലും നമ്മുടെ കൊച്ചനെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്നതല്ലേ. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ന്യൂസ് പിടിക്കാൻ വന്നതാണെങ്കിലും ശോഭന പറയുന്നതിലും കാര്യമുണ്ടെന്ന് സിസിലിക്ക് മനസ്സിൽ തോന്നിയിരുന്നു. ദേവികയോടുള്ള ശീതയുദ്ധം അവസാനിപ്പിക്കണമെന്ന് അവർക്ക് തന്നെ മനസ്സിൽ തോന്നി തുടങ്ങി. പക്ഷെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ അത് മനസ്സിൽ നിന്നും പോകുന്നില്ല. ഒരുപാട് മനസ്സ് വേദനിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മുറിയിലേക്ക് വന്നത്. പക്ഷെ വരേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഇനി എങ്ങനെയാണ് തിരിച്ച് അടുക്കളയിലേക്ക് ചെല്ലുന്നത്? അവൾക്കൊരു വിഷമം തോന്നിയിരുന്നു. നന്നായി അവൾ കരഞ്ഞിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നപ്പോഴാണ് മുറിയിലേക്ക് കയറി റോസി വന്നത്. ദേവികയെ അവൾ വിളിച്ചപ്പോൾ ദേവിക എഴുന്നേറ്റു. കൊച്ചു വിഷമിക്കേണ്ട, കൊച്ചിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞങ്ങളുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. റോസി അവളുടെ അരികിൽ വന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നിയിരുന്നു. വലിയ പൈസയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുടുംബക്കാർ തന്നെയാണ് ഞങ്ങൾ. ചാച്ചൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് പൈസ ഇല്ലാണ്ടായി പോയെന്നേ ഉള്ളൂ. പക്ഷേ റോയ് അവനൊരു നല്ല കൊച്ചനാണ്. ഒരിക്കലും അവൻ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. അതുമാത്രമല്ല, അവൻ്റെ കല്യാണത്തെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊരു കൊച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണമെന്ന് എനിക്കും അമ്മച്ചിക്കും നല്ല ആഗ്രഹമുണ്ട്. കൊച്ചവനോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞതാ ചേച്ചി, എനിക്ക് സമ്മതമാണെന്ന്. കൊച്ച് പറയേണ്ട രീതിക്ക് പറഞ്ഞാൽ അവൻ കേൾക്കും. സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി. ഇപ്പം തന്നെ കൊച്ചൊന്ന് ഓർത്തു നോക്കി. ഇനി കൊച്ച് ജീവിക്കേണ്ടത് ഈ വീട്ടിലല്ലേ? അപ്പം ഈ വീട്ടിലെ ആചാരങ്ങളിൽ വിശ്വസിക്കേണ്ടതല്ലേ? പോട്ടെ, ഈ നിമിഷം മുതൽ കൊച്ചവൻ്റെ ഭാര്യയാണ്. മരിക്കുന്നതും അവൻ്റെ ഭാര്യയായി തന്നെ ആയിരിക്കില്ലേ? ആ സമയത്ത് എവിടെ അടക്കും? പള്ളിയിലോ അതോ വീടിൻ്റെ മുറ്റത്തോ? ഞങ്ങളുടെ സമുദായത്തിൽ അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ല കേട്ടോ. പള്ളിയിൽ അടക്കണമെന്നാണ്. അതിനൊക്കെ കൊച്ചു പള്ളിയിലേക്ക് ചേരുക തന്നെ വേണം. അതുപോലെ നിങ്ങൾക്കൊരു കൊച്ചുണ്ടാവട്ടെ, അതിൻ്റെ മാമോദീസം നടത്തണേൽ അമ്മ പള്ളി വേണ്ടേ? ഏതായാലും നിങ്ങൾ സ്നേഹിച്ചപ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണ് അവൻ ക്രിസ്ത്യാനിയാണെന്നുള്ള കാര്യം. ഇനി അവൻ്റെ മതവുമായി ഒത്തുപോകാനാണ് കൊച്ചു ശ്രമിക്കേണ്ടത്. റോസി പറഞ്ഞത് ശരിയാണെന്ന് അവൾക്കും തോന്നിയിരുന്നു. ഞാൻ പറയാം ചേച്ചി,
പറഞ്ഞാൽ പോരാ, പറഞ്ഞ് സമ്മതിപ്പിക്കണം. ചില കാര്യങ്ങളൊന്നും ആണുങ്ങൾ സമ്മതിക്കില്ല. നമ്മൾ പെണ്ണുങ്ങൾ വേണം സമ്മതിപ്പിക്കാൻ. എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല. അമ്മച്ചി പറഞ്ഞ പോലെ എൻ്റെ അനിയൻ്റെ കല്യാണം നല്ല രീതിയിൽ കാണാൻ എനിക്ക് ആഗ്രഹമില്ലേ? നിനക്കും ആഗ്രഹമില്ലേ നല്ലൊരു വിവാഹം? ഒരിക്കലും അവൻ വിളിച്ചുകൊണ്ട് വന്ന പെൺകൊച്ചിനെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. എനിക്കും വളർന്നു വരുന്ന 2 കൊച്ചുങ്ങളുള്ളതാണ്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. നാളെ ഒരു വീട്ടിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ കയറി പോകുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ അവളോട് ഇടപെട്ടാൽ എനിക്ക് വിഷമാകും. പക്ഷെ ഇഷ്ടക്കേടുണ്ടായിട്ടല്ല. അതുമാത്രം ഓർത്താൽ മതി. പിന്നെ കൊച്ചു വിഷമിച്ചിരിക്കൊന്നും വേണ്ട. ഞാനും അമ്മയും കഴിക്കാൻ പോവാ. നീ അടുക്കളയിലോട്ട് വാ. ചിരിയോടെ റോസി അത്രയും പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിലും ഒരു കുളിർമ തോന്നിയിരുന്നു. പിരിമുറുക്കം ബാധിച്ച മനസ്സിന് റോസിയുടെ വാക്കുകൾ അല്പം ബലം നൽകുന്നത് പോലെ. അപ്പോഴാണ് വീട്ടിലേക്ക് വന്ന് വിളിച്ചില്ലല്ലോ എന്ന് അവൾ ഓർത്തത്. കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയതിന് ശേഷം വിളിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും താൻ പൊട്ടിപ്പോവും. അങ്ങനെ പറഞ്ഞാൽ അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല. പെട്ടെന്ന് തന്നെ അവൾ അടുക്കളയിലേക്ക് ചെന്നു. ആ നിമിഷം ശോഭനയെ അവിടെ കണ്ടില്ല. അടുക്കളയിലിരുന്ന് റോസിയും സിസിലിയും ആഹാരം കഴിക്കുകയായിരുന്നു. അവളെ കണ്ടൊന്ന് തല ഉയർത്തി നോക്കിയെങ്കിലും അവളോട് കാര്യമായി ഒന്നും പറയാഞ്ഞത് അവൾക്ക് ആശ്വാസമായി തോന്നി. പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിൽക്കുന്നത് കണ്ടപ്പോൾ റോസി തന്നെ അവളോടൊപ്പം വന്ന് ഓരോ ജോലികളും ചെയ്യാൻ തുടങ്ങി. ആ വീടുമായുള്ള അപരിചിതത്വം കുറച്ചു മാറിയെന്ന് ദേവിക്ക് തോന്നിയിരുന്നു. അമ്മ അടുക്കളയിൽ ഓരോ ജോലികളും മറ്റും ചെയ്തുകൊണ്ട് നിന്നിരുന്നു. പിന്നീട് മെല്ലെ മുറിയിലേക്ക് പിൻവാങ്ങി. മുറി മുഴുവൻ നന്നായി ഒന്ന് തൂത്തതിനു ശേഷം എല്ലാം ഒന്ന് അടുക്കി പറക്കി. അത് കഴിഞ്ഞ് റോയിയുടെ ഷർട്ടുകളൊക്കെ എടുത്തുകൊണ്ട് അവ നനയ്ക്കാനായി പോയിരുന്നു. ഇതിനിടയിൽ സിസിലിയുമായുള്ള ശീതയുദ്ധം അവസാനിക്കുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഇരുവരും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. സമയം ഉച്ചയോടടുത്തപ്പോൾ സിസിലിയോട് ഒരുമിച്ച് നിന്ന് ചെറിയ ജോലികളൊക്കെ അവൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഉച്ചയ്ക്ക് മുൻപേ റോസി പോയിരുന്നു. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ സിസിലിക്കും മറ്റാരും ഉണ്ടായിരുന്നില്ല. റോസിയെ കൊണ്ടുചെന്ന് ആക്കാനായി തങ്കച്ചനും ഒപ്പം പോയിരുന്നു. തിരികെ വരുമ്പോൾ മകൾ എന്തെങ്കിലും നൽകുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ആ ഒരു തുക മുന്നിൽ കണ്ടാണ് മകൾക്കൊപ്പം പോകാനായി അയാൾ തയ്യാറായത്. ദേവികയോടുള്ള അനിഷ്ടം കുറഞ്ഞു തുടങ്ങിയിരുന്നു സിസിലിക്ക്. ഉച്ചയോടടുത്തപ്പോൾ വീട്ടുമുറ്റത്തൊരു വാഹനം വന്ന് ഹോൺ അടിച്ചപ്പോൾ നെഞ്ചിടിപ്പ് വല്ലാതെ വർദ്ധിക്കുന്നതായി തോന്നിയിരുന്നു ദേവികയ്ക്ക്. ഒപ്പം മനസ്സിൽ ഒരു മഞ്ഞുകട്ട വീണ സുഖവും. പ്രതീക്ഷിച്ച എന്തോ വന്നതുപോലെ കാലുകൾക്ക് വേഗത കൂടി. അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉമ്മറത്തേക്ക് അവൾ ഇറങ്ങിയിരുന്നു. പ്രതീക്ഷിച്ച മുഖം കണ്ടതും ആ സന്തോഷം ദേവികയുടെ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു. ഇത്ര നേരം അനുഭവിച്ച ഒറ്റപ്പെടൽ ഒരു മാറ്റം വന്നതുപോലെ. തനിക്ക് വേണ്ടപ്പെട്ട ഒരു സാന്നിധ്യം അറിഞ്ഞതുപോലെ മനസ്സിലൊരു കുളിര്. ഒരു നിമിഷം റോയിക്കും അത് വല്ലാത്ത അത്ഭുതം നൽകിയിരുന്നു. തൻ്റെ വണ്ടി വന്ന് നിന്ന നിമിഷം തന്നെ ചാടിയിറങ്ങുന്നവളുടെ മുഖത്ത് തന്നെയായിരുന്നു അവൻ്റെ മുഖവും. പെട്ടെന്നാണ് അവൾക്ക് വല്ലായ്മ തോന്നിയത്. റോയ് എന്ത് വിചാരിച്ചു കാണും? അവളെ നോക്കി പരിചയഭാവത്തിൽ അവനൊന്ന് ചിരിച്ചു കാണിച്ചിരുന്നു. ശേഷം അകത്തേക്ക് കയറിയിരുന്നു. രാവിലെ താൻ തേച്ചു കൊടുത്ത ഷർട്ട് നന്നായി ചുളുങ്ങി തുടങ്ങിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ശേഷം ഇട്ടുകൊണ്ടുവന്ന കാക്കി ഷർട്ട് ഓട്ടോയിൽ തന്നെ ഊരിയിട്ടതിന് ശേഷം അവൻ അകത്തേക്ക് കയറിയിരുന്നു. റോസ് ചേച്ചി പോയോ? അവളോട് ആദ്യം അവൻ ചോദിച്ചത് അതായിരുന്നു. പോയി, അച്ഛനും ഒപ്പം പോയി. അവൾ മറുപടി പറഞ്ഞു. ചാച്ചനെ ഞാൻ കണ്ടിരുന്നു. കവലയിൽ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ബിവറേജസിലോട്ട് പോയോടാ? അകത്തു നിന്നും സിസിലിയുടെ ശബ്ദം കേട്ടപ്പോൾ ദേവിക പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു. എങ്ങോട്ടാണെന്നറിയില്ല, വൈകുന്നേരത്തേക്ക് വരാമെന്ന് പറഞ്ഞു പോയി. റോയ് പറഞ്ഞു. വേറെ എങ്ങോട്ടാ? ബിവറേജസിൽ തന്നെ. അമ്മച്ചി വിഷയം അതാക്കിയപ്പോൾ അവൻ നേരെ മുറിയിലേക്ക് പോയി. സിസിൽ തന്നെ ദേവികയുടെ അരികിൽ വന്ന് പറഞ്ഞു. അവന് കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ അവൾക്കും ചെറിയൊരു ആശ്വാസം തോന്നിയിരുന്നു. ഞാൻ ഏതായാലും കഴിക്കാൻ പോവാം. എനിക്ക് 2 മണിക്ക് മുമ്പ് കഴിക്കണം. മരുന്ന് കഴിക്കാനുള്ളതാ. പിന്നെ കുറച്ചു നേരം ഉറങ്ങുകയും വേണം, സിസിലി പറഞ്ഞു. അമ്മ കഴിച്ചിട്ട് കിടന്നോളൂ, ഞാൻ എടുത്തു കൊടുത്തോളാം, ദേവിക പറഞ്ഞു. അമ്മ എന്നൊന്നും വിളിക്കണ്ട. സിസിലി അങ്ങനെ അടിച്ചു പറഞ്ഞപ്പോൾ ദേവിക്ക് വല്ലാതെയായിപ്പോയി. അമ്മയല്ല, അമ്മച്ചി. പിള്ളേരെല്ലാം അമ്മച്ചി എന്നാണ് വിളിക്കാറ്. നീയും അങ്ങനെ വിളിച്ചാൽ മതി. വലിയ സമാധാനം തോന്നി ദേവികയ്ക്ക്. അവരുടെ ശീതയുദ്ധത്തിന് കുറച്ച് അയവ് വന്നുവെന്ന് ആ നിമിഷം തന്നെ തോന്നിയിരുന്നു. വലിയ സന്തോഷം തോന്നിയപ്പോൾ ദേവിക മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ റോയ് ഷർട്ട് ഊരിയിട്ട് ബനിയൻ ഇടുകയായിരുന്നു. ഭക്ഷണം എടുക്കട്ടെ? അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ ചോദിച്ചു. തൻ്റെ നേരെ നോക്കി സംസാരിക്കാൻ ഇപ്പോഴും അവൾക്ക് മടിയാണെന്ന് അവന് തോന്നിയിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി, ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയമായിട്ടില്ല. പിന്നെ താനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് വിചാരിച്ചാണ് ഞാൻ നേരത്തെ വന്നത്. തനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോ. അയ്യോ വേണ്ട, ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു അമ്മച്ചി. അമ്മച്ചിയോ? അവൻ മനസ്സിലാവാതെ അത്ഭുതപൂർവ്വം അവളുടെ മുഖത്തേക്ക് നോക്കി. അമ്മ പറഞ്ഞു അമ്മച്ചി എന്ന് വിളിച്ചാൽ മതിയെന്ന്. അവിടെ എല്ലാവരും അങ്ങനെയാ വിളിക്കുന്നത്. മനസ്സിൽ നിറഞ്ഞു നിന്ന സന്തോഷം അവളുടെ വാക്കുകളിൽ പ്രതിഫലിച്ചു. അപ്പോൾ അമ്മച്ചിക്ക് തന്നോടുള്ള യുദ്ധമുറിയൊക്കെ അവസാനിച്ചോ? അമ്മച്ചി തന്നോട് സംസാരിച്ചോ? റോയ് ചോദിച്ചു.
അങ്ങനെയൊന്നും സംസാരിച്ചില്ല. എങ്കിലും ഇന്നലത്തെ പോലെ എന്നോട് ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞില്ല. നിഷ്കളങ്കമായ അവളുടെ സംസാര ശൈലി തന്നെയായിരുന്നു അവനേറെ ഇഷ്ടമായത്. ഈ രസീതുകളൊക്കെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. അത് കൊടുത്തപ്പോൾ മനസ്സിലാകാതെ അവൻ അവളെ നോക്കി. ഇവിടെ കിടന്ന മുഷിഞ്ഞ തുണിയൊക്കെ ഞാൻ കഴുകിയിട്ടു. മേശപ്പുറത്ത് വച്ചിരുന്ന കുറേ രസീതുകൾ അവൻ്റെ നേരെ അവൾ നീട്ടിയിരുന്നു. അത് അലമാരിയിലേക്ക് വെച്ചേക്ക്. വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം. ഉടനെ വേണ്ടി വരും. അതിനെപ്പറ്റി ഞാനൊന്ന് തിരക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തൻ്റെ ID പ്രൂഫൊക്കെ വേണ്ടി വരും. അതൊക്കെ കയ്യിലുണ്ടോ അതോ വീട്ടിലാണോ? വീട്ടിലാ, എടുക്കണം. ആവശ്യം വരുമ്പോൾ എടുത്താൽ മതി. എങ്കിൽ പിന്നെ ഭക്ഷണം വിളമ്പിക്കൂ. ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ. അതിനു മുമ്പ് കുറച്ച് സമയം സ്റ്റാൻഡിലേക്ക് പോയി കിടന്നാലേ ഓട്ടം കിട്ടുള്ളൂ. പിന്നെ എനിക്ക് കുട്ടികളുടെ ഓട്ടോ സ്കൂൾ വിടുന്നതിന് മുമ്പ് അവിടെ പോകണം. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോയി കുട്ടികളെ വീട്ടിൽ കൊണ്ട് ഇറക്കി കഴിഞ്ഞ് വരാം. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം. റോയി പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തറയിൽ നോക്കി സംസാരിക്കുന്ന പെണ്ണിൽ തന്നെ അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഇവിടെ അമ്മച്ചിയൊക്കെ ഇപ്പോൾ എന്നോട് വലിയ പിണക്കമൊന്നും കാണിക്കുന്നില്ല. ഏതായാലും ഞാൻ കല്യാണം കഴിഞ്ഞിന് താമസിക്കേണ്ടത് ഇവിടെ തന്നെയല്ലേ. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ വിഷമം വിചാരിച്ചാണെങ്കിൽ അതിനെതിരെ പറയുന്നതെങ്കിൽ എനിക്ക് മതം മാറാൻ കുഴപ്പമില്ല. റോസി പഠിപ്പിച്ച പോലെ തന്നെ നിന്ന് സംസാരിക്കുന്നവളെ നോക്കി അവൻ. ഇങ്ങനെ എന്നോട് പറയാൻ ദേവികയോട് ആരാ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടത്? അമ്മച്ചിയോ അതോ റോസി ചേച്ചിയോ? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. ആരാണെങ്കിലും ഇപ്പോൾ ഉടനെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ വിവാഹം നടന്നത് എങ്ങനെയൊരു സാഹചര്യത്തിലാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ല. പിന്നീട് മതമൊക്കെ മാറ്റി വീട്ടിൽ ദേവിയെ തളച്ചിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട്. കുട്ടിക്കാലം മുതലേ വളർന്ന സാഹചര്യങ്ങൾ, വിശ്വാസങ്ങൾ പെട്ടെന്നൊരു ദിവസം വന്ന് എന്നോട് ആരെങ്കിലും ഞാൻ വിശ്വാസം അർപ്പിക്കുന്നതിൽ നിന്ന് മാറാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. ഏതൊരു മനുഷ്യനും ഉണ്ടാകും അത്. എനിക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞത് ശരിയാണ്. എന്നോടൊപ്പം ജീവിക്കാൻ എൻ്റെ ഭാര്യ എന്നുള്ളൊരു പദവി മാത്രം മതി. അല്ലാതെ തൻ്റെ വിശ്വാസങ്ങളൊന്നും അതിനു വേണ്ടി ത്യജിക്കേണ്ട. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.